ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെ അമ്മയും കൂടി പായസത്തിൽ ആ പൊടിയൊക്കെ ചേർത്ത് വളരെ സന്തോഷവാന്മാരായിരിക്കാൻ കേട്ടോ. ഇതേ സമയം അനാമിക ഇനി ആരാണ് ആ പായസം എടുക്കാൻ വരുന്നതെന്ന് കാത്ത് അനാമിക ഇരിക്കാൻ കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നയന പായസം എടുക്കാനായി കയറി വരുന്ന കേട്ടോ. അങ്ങനെ നയന എല്ലാവർക്കും പാത്രത്തിലാക്കാണ്, പിന്നീട് എല്ലാവർക്കും കൊടുക്കാണ്. അങ്ങനെ വലിയ സന്തോഷവതിയായി അനാമിക ഇരിക്കുകയാണ്. ഇത് കാണുന്ന അനാമികക്ക് പറയാൻ വാക്കുകളില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ നയന കൊടുത്ത പായസം കൊണ്ട് എല്ലാവരും ഈ വീട്ടിൽ വയറിളകുന്നത് കാണാൻ വേണ്ടി അനാമികയുടെ അച്ഛനും രേവതിയും ഈ നിൽക്കുന്നു കേട്ടോ. ഈ സമയം അങ്ങനെ അനാമികയുടെ അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലാണ് അനാമിക. എന്നിട്ട് അനാമിക പറയാണ്, അച്ഛാ അവളുണ്ടല്ലോ എല്ലാവർക്കും പായസം നല്ല പാത്രത്തിൽ വിളമ്പി കൊടുത്തിരിക്കുന്നു. എന്തായാലും അവൾമാരെല്ലാവരും കൂടി ഇപ്പോൾ ഒന്നടക്കം ബാത്റൂമിലോട്ട് പോകുന്ന ആ കാഴ്ച നമുക്ക് കാണാമെന്നൊക്കെ പറയുമ്പോൾ, മോളെ നമുക്ക് എന്തായാലും അവരുടെ പായസം അവരുടെ ഭക്ഷണമൊന്നും വേണ്ടെന്ന് നീ പറഞ്ഞില്ലേ? എൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല, വന്നാൽ പറയണമെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പായസവുമായി നയന വരുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അനാമിക, അച്ഛൻ മിണ്ടാതിരിക്കുക, അതാ വരുന്ന പായസവുമായി എന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ നയനയെ കാണുന്ന അവരെ പിന്നീട് തലതാഴ്ത്തി നിൽക്കണം. ഇതാ പായസം എന്ന് പറയുമ്പോൾ, നിന്റെ ഭക്ഷണമൊന്നും ഞാൻ കഴിക്കാറില്ലെന്ന് നിനക്കറിയില്ലേ? അത് കേൾക്കുന്ന നയന അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. പിന്നീട് ഇവൾമാരെല്ലാവരും പൊട്ടിച്ചിരിക്കാണ്. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ കക്കൂസിൽ എല്ലാവരും ഓടുന്ന ആ ഓട്ടം കാണാൻ വേണ്ടി, നയനക്ക് പേരുദോഷം കേൾക്കാൻ വേണ്ടി രേവതിയും ഈ പറയുന്ന വേണുവും അനാമികയും കൂടി ഒന്നിച്ച് കാത്തു നിൽക്കുമ്പോഴാണ് ഇവർക്കൊരു ബുദ്ധി തോന്നുന്നത്. ആ എടുത്തു വെച്ച പായസം, കാര്യമെന്ത് പറയുകയാണെങ്കിലും ഈ നയനയുടെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാണ്. അവൾ ഉണ്ടാക്കിയ പായസം അടിപൊളി തന്നെയാണ്, അതുകൊണ്ട് നമുക്കത് എടുത്ത് കുടിക്കാമെന്ന് പറഞ്ഞ് അവർ 3 പേരും പരസ്പരം ചിരിച്ചും കളിച്ചൊക്കെ ആ പായസം എടുത്ത് കുടിക്കുന്നു കേട്ടോ. അങ്ങനെ അവർ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അനാമികയുടെ അമ്മ രേവതി പറയണേ, അല്ല മോളെ, അവൾമാരെന്തി, നമുക്ക് പോയി നോക്കാം താഴത്തോട്ട്, എന്താണ് അവരുടെ ഇത് എന്ന് അറിയാൻ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് പോവാണേട്ടാ. അപ്പോൾ താഴെ ചെല്ലുമ്പോൾ ആരുടെയും ഒരു കുഴപ്പവുമില്ലാതെ എല്ലാവരും കളിച്ചും ചിരിച്ചും പായസത്തിൻ്റെ ടേസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 പോരാ 2 വേണമെന്ന് മുത്തശ്ശൻ പറയുന്നു, മറ്റുള്ളവരും പറയുന്നു. എന്നാൽ നവ്യയും ഈ പായസം കുടിച്ചിട്ട് നയനോട് പറയാണ്, നയനെ പറയാതിരിക്കാൻ വയ്യ, നിനക്ക് കൈപ്പുണ്യം വളരെ കൂടുതലാണ്, നമ്മുടെ അമ്മയുടെ എല്ലാ കൈപ്പുണ്യം നിനക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നീ ഉണ്ടാക്കിയ ഈ പായസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുടിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി നയന നിൽക്കണം കേട്ടോ. ഇതേ സമയം ഇത് കണ്ട് അവൾമാർ കുടിക്കട്ടെ, രണ്ടും കുടിക്കട്ടെ, ഒരു ഗർഭിണിയായവളാണ്, ചിലപ്പോൾ അവളുടെ കുഞ്ഞിതോടുകൂടി അലസി പോവുമായിരിക്കും എന്നൊക്കെ രേവതി ചെവിയിൽ പറയുമ്പോൾ അനാമിക പറയണേ, അഹങ്കാരിയാണ്, അതോടുകൂടി അവളെ ഇവിടെ നിന്ന് പുറത്ത് വിടാലോ. കാരണം ഈ ജലജ എന്ന് പറയുന്നവൾ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു കുട്ടിയുള്ളത് കൊണ്ട് ഈ വീട്ടിലെല്ലാവരും ഇവൾക്കൊപ്പം നിൽക്കുന്നത്, അതുകൊണ്ട് അവളുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുകയാണ്. അപ്പോൾ വേണു പറയണേ, എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ കൊടുത്ത ആ പൊടി നിങ്ങളതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും വയറിളക്കും. പിന്നെ നയന എന്നവളുടെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊക്കെ ഇന്നത്തോടു കൂടി ഒരു അവസാനമാവും, അവളുടെ കൈപുണ്യത്തിൻ്റെ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു കേൾക്കും എന്ന് പറയുമ്പോഴാണ് കേട്ടോ വേണുവിൻ്റെ വയറ്റിലൂടെ കിളി പോകുന്നത്. പിന്നീട് പറയാനില്ല, അനാമികയുടെ അമ്മയുടെയും അതുപോലെ പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെ സഞ്ചരിക്കുന്നത് പോലെ അനാമികയുടെ അമ്മക്കും തോന്നുന്നു. അങ്ങനെ അനാമികയുടെ അമ്മ പറയണം, മോളെ എൻ്റെ വയറെന്തോ വേദനിക്കുന്നു. അത് കേൾക്കുന്ന വേണു പറയാം, എനിക്കുമുണ്ട് വേദന. അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞില്ല, അനാമികക്കും ആ വേദന വരുന്നു. അങ്ങനെ 3 പേർക്കും ഒരുപോലെ വേദന വരുമ്പോൾ 3 പേരും ബാത്റൂമിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണം. ഒരാൾ പോകുമ്പോൾ ഒരാൾ പോകുന്നു, ഒരാൾ പോയി വരുമ്പോൾ മറ്റൊരാൾ പോകുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 3 പേരും ഓട്ടം ഓടുന്നത് കാണുമ്പോൾ ഇവിടെ നവ്യ ഇങ്ങനെ വന്ന് എത്തിച്ചു നോക്കി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം അവർക്ക് വയറ്റിന്ന് പോയി ഒരുവിധം തളർന്നു വരുമ്പോൾ അനാമിക പറയുന്നു, ശരിക്കും അമ്മേ എന്താണ് ഇവിടെ സംഭവിച്ചത്? എനിക്കറിയില്ല, ആ പായസം കുടിച്ചത് മുതൽ വയറിനൊരു സുഖമില്ല. അത് കേൾക്കുന്ന വേണു പറയണേ, നിങ്ങൾ പൊടിയേറ്റ് മാറ്റിയിട്ടോ? ഇത് കേട്ടോടെ തന്നെ അനാമികയുടെ അമ്മ പറയണേ, ഇല്ല, അവൾമാർക്ക് കൊടുത്ത പായസമാണ്. അപ്പോൾ ഈ സമയം ഇപ്പോൾ അവർക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ എന്താ വഴി? ബാത്റൂമിൽ പോകുന്നത് കൊണ്ട് തന്നെ താഴോട്ട് പോയി നോക്കാനും കഴിയുന്നില്ല. അങ്ങനെ വേണു പറയാം, ഞാനൊന്ന് പോയി നോക്കട്ടെ. അങ്ങനെ രേവതിയും അനാമികയും കൂടെ എത്തിച്ച് നോക്കുമ്പോൾ അവർ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നതായിരിക്കും കാണുക. അങ്ങോട്ട് എത്താൻ നേരമില്ല, അപ്പോഴേക്കും വീണ്ടും ബാത്റൂമിലോട്ട് 3 പേർക്കും പോവാൻ ഇങ്ങനെ കിടന്ന് അസ്വസ്ഥതയാവാനിട്ടാ. അങ്ങനെ അവർ ബാത്റൂമിൽ ഇറങ്ങുന്നു, പോകുന്നു, കയറുന്നു. അങ്ങനെ ഈ സമയം നവ്യ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എന്നിട്ട് നവ്യ കണക്കിനങ്ങ് കൊടുക്കുന്ന കിടുക്കൻ സീനാണ് കേട്ടാ നാളെ വരാനിരിക്കുന്നത്. അങ്ങനെ നവ്യ അങ്ങ് വരുമ്പോൾ ഇവർ ബാത്റൂമിൽ കയറുന്നു, ഇറങ്ങുന്നു. എന്താടി നീ ഈ റൂമിൽ എന്നിങ്ങനെ അനാമിക്ക് ചോദിക്കുമ്പോൾ, അതെന്താ എനിക്ക് ഈ റൂമിലോട്ട് കയറാൻ പാടില്ലേ? ഇത് എൻ്റെ
നിന്റെ റൂമാണെന്ന് അറിയില്ലേ, അതിനെന്താ നിന്റെ റൂമാണെന്ന് കരുതി നിന്റെ പേരൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. അനന്തപുരിയിലെ വീട്ടിലെ ഒരു റൂമാണിത്, ഇത് അനിയുടെ റൂമാണ്, അതുകൊണ്ട് ഞാനിങ്ങോട്ടേക്ക് കയറിയെന്ന് വെച്ചിട്ട് എന്താ പ്രശ്നം? എന്താ അമ്മയും അച്ഛനും മകളും കൂടി ബാത്റൂമിലോട്ടൊരു കളി? വേറെ ബാത്റൂം വേറെ ഏതെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, എൻ്റെ ബാത്റൂം അവിടെ ഫ്രീ ആണ്. ഇത് കേൾക്കുന്ന അനാമിക ഒന്നും ഞെട്ടുന്നു. അപ്പോഴേക്കും വേണുവിന് വയറുവേദനയ്ക്കും വീണ്ടും വേണു ബാത്റൂമിലോട്ട് പോകുന്നു. ഈ സമയം രേവതി വയറിങ്ങനെ പിടിച്ച് കഴിയാണ്. അല്ല, നിങ്ങൾക്ക് ജ്യൂസോ വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഒരുപാട് തവണ ബാത്റൂമിൽ പോയാൽ അതിൻ്റെതായ തളർച്ചയുണ്ടാവും, അതുകൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇത് കേൾക്കുന്ന ഇവളെന്തോ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ അമ്മേ. അത് കേൾക്കുന്ന വേണു പറയുന്നത് ശരിയാണ്, ഇവളെന്തോ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതേ സമയം ഉടൻ തന്നെ നവ്യ പറയണേ, എന്താ നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ നയനയുണ്ടാക്കിയ പായസത്തിൽ പൊടി ചേർത്ത മറ്റുള്ളവർക്ക് അത് കുടിച്ചു കഴിഞ്ഞാൽ അത് നയനക്ക് തിരിച്ചടിക്കുമെന്ന് വിചാരിച്ചോ? എന്നാൽ അവളുടെ ചേച്ചിയാണ് ഞാൻ, ചേച്ചി ഉള്ളിടത്തോളം അവൾക്ക് അങ്ങനെ ഒരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇത് കാണുന്ന അനാമിക അങ്ങ് ഞെട്ടാണ്. എന്താ ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് തൻ്റെ മൊബൈലിൽ പകർത്തി ആ വീഡിയോ എടുത്ത് ഇവർക്ക് മുന്നിൽ അങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും പതറിപ്പോവാണ് കേട്ടോ. ഈശ്വര, പെട്ടല്ലോ, ഇനി എന്ത് മറുപടിയാണ് പറയുക എന്ന് ആലോചിച്ചിട്ട്, ഇതാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ കെണി ഒരുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ആ കെണി വരുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ എൻ്റെ നയനയെ കുറ്റപ്പെടുത്താൻ, ഇവിടെ നയന ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പരാതിയും പരിഭവം പറയാൻ, അവൾ ഉണ്ടാക്കിയ പായസത്തിൽ നിങ്ങളിത് കലർത്തിയെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ കുടിപ്പിച്ചു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഇവരെ ആകെ ഞെട്ടിപ്പോവാണ്. അമ്മേ, ഇടി ആരോടാണ് നീ കളിച്ചത് എന്ന് അനാമിക പറയുമ്പോൾ, നീ ഒച്ച വെക്കണ്ട, ഈ വീഡിയോ ഇവിടെ മുത്തശ്ശനും നിന്റെ വല്യമ്മ എന്ന് പറഞ്ഞ് നിന്നെ തലയിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ആദർശേട്ടൻ്റെ അമ്മ, അവർക്ക് മുന്നിൽ ഇതങ്ങ് കാണിച്ചു കൊടുത്താൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. നീ എന്തൊക്കെയാടി പറഞ്ഞത്? കിളവൻ ഇത് കുടിച്ചാൽ ഒരുപക്ഷെ കാലിയാവും, എൻ്റെ ഗർഭം പോവും എന്നൊക്കെ പറയുമ്പോൾ നീ ആലോചിച്ചടി, നീയാണത് കുടിക്കുന്നതെന്ന്. നിന്റെ അച്ഛൻ കൊണ്ടുവന്ന ഈ ഒരു പൊടി അതിൽ ചേർത്തതാണ് നീ കുടിക്കുന്നതെന്ന് നീ മനസ്സിലാക്കിയോടി. എടി, നിന്റെ അമ്മ ഈ വീട്ടിലോട്ട് കാല് കുത്തിയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. ആ മാല പോയത് നിന്റെ അമ്മ കാല് കുത്തിയ അന്ന നാളാണല്ലോ, അതുപോലെ ഇന്നും നിന്റെ അമ്മയും അച്ഛനും ഇവിടെ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നതിന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ പിറകെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ ദുഷ്ടപ്രവൃത്തിയും ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? എന്നല്ല, എനിക്കത് കണ്ടുപിടിക്കുക, അത് തെളിവ് സഹിതം എൻ്റെ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, അതല്ല ഇനി പായസം അതും കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് നവ്യങ്ങ് പോകുമ്പോൾ ശരിക്കും ചെറുക്കടി കിട്ടിയതുപോലെ 3 പേരും ആകെ അമ്മിളി പറ്റി നിൽക്കണിട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ അനാമികയുടെ അച്ഛനും അമ്മയും കാണാനില്ല. ദേവയാനി ഇവളെ എങ്ങോട്ടാ പോയത് എന്ന് അന്വേഷിച്ചു വരുന്നു. ഇതേ സമയം നയന ബഹളം കേട്ട് നവ്യയുടെ അടുത്തോട്ട് വരിക. എന്താ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി അനിയത്തിയോട് കാര്യങ്ങൾ പറയണം. മോളെ, നീ ഉണ്ടാക്കിയ പായസം ചൂടാറാൻ വേണ്ടി അവിടെ വെച്ചപ്പോഴേക്കും അവർ ആ പായസത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. അതിൽ വയറിളകാനുള്ള പൊടിയൊക്കെ അനാമികയുടെ അച്ഛൻ കൊണ്ടുവന്ന് അതിൽ ചേർത്തിരിക്കുന്നു. ഇവരെന്ത് ദുഷ്ടക്കൂട്ടങ്ങളാണ് ചേച്ചി, ഇവരൊരു മനുഷ്യ സ്വഭാവം ഇല്ലാത്തവരാണല്ലോ. ആടി, അതെനിക്കറിയാലോ, കാരണം ആ മാല മോഷ്ടിച്ചത് അവളുടെ അമ്മയും അവളുടെ അച്ഛനും കൂടിയാണല്ലോ. എന്നിട്ട് കള്ളത്തരം ചെയ്തത് നമ്മുടെ അച്ഛനെന്ന് അന്ന് മുതലേ ഇവൾക്ക് ഞാൻ നോട്ടമിട്ടതാ. എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ എന്ന് പറഞ്ഞ് നവ്യക്ക് കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. നവ്യ എനിക്ക് കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ നല്ല ഉഗ്രൻ തിരിച്ചടിയാണ് നവ്യ കൊടുക്കുന്നത്. നവ്യ ഇത് മാത്രമല്ല, ഇതിലപ്പുറം ഇനി നവ്യ ചെയ്യുന്നുണ്ട് കേട്ടോ. പല കെണികളും ഇനി അനാമികക്കും അനാമികയുടെ അമ്മയോ അച്ഛനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ നയനക്ക് എന്ത് ചെയ്യുന്നു അതിൻ്റെ ഡബിൾ തിരിച്ചടിയാണ് നവ്യ ഇനി ഇവർക്ക് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ പായസം ഇനി മേലാൽ ഒരാൾക്കും പൊടി കലക്കരുത് എന്ന ആ ഒരു തോന്നൽ വേണുവിൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ വരാനിരിക്കുന്നത്.